നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിന്റെ പ്ലേലിസ്റ്റിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ മാക്സിമൈസേഷൻ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ സോൾവ് ചെയ്തിരുന്നത്. മിനിമൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാനായിട്ട് കമന്റ്സ് കണ്ടിരുന്നു. ഈ വീഡിയോയിലൂടെ ഒരു സിമ്പിൾ മിനിമൈസേഷൻ പ്രോബ്ലം സിംപ്ലക്സ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ കൺസ്ട്രെയിൻസും എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയ ഒരു സിറ്റുവേഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടും 3 രീതിയിലാണ് പല ടെക്സ്റ്റ് ബുക്കുകളിലും മിനിമൈസേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് നമ്മൾ മാക്സിമൈസേഷൻ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ച സിംപ്ലക്സ് അൽഗോരിതം തന്നെ മിനിമൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ്. അതായത് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ ഡെൽറ്റ ജെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് വന്നാലാണല്ലോ ഒപ്റ്റിമം അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ പറയുക. ഇനി നെഗറ്റീവ് വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒപ്റ്റിമം ആയിട്ടില്ല എന്നുള്ള നിഗമനത്തില് ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് വരുന്ന കോളത്തിനെ നമ്മൾ ഇൻകമിംഗ് കോളമായിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മിനിമൈസേഷൻ കേസിലേക്ക് വരുമ്പോൾ ഡെൽറ്റ ജെ വാല്യൂസ് എല്ലാം നെഗറ്റീവ് വരുമ്പോഴാണ് ഒപ്റ്റിമം അറ്റൈൻ ചെയ്തതായി കണക്കാക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഡെൽറ്റ ജെ വാല്യൂസ് പോസിറ്റീവ് വന്നാലാണ് ഒപ്റ്റിമം ആയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ വന്ന കോളമാണ് ഇൻകമിംഗ് വെക്ടർ ആയിട്ട് മാറുന്നത്. ഈ മെത്തേഡ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് കുട്ടികൾ മാക്സിമൈസേഷൻ മിനിമൈസേഷനിലും ഹയസ്റ്റ് നെഗറ്റീവും ഹയസ്റ്റ് പോസിറ്റീവും ഒക്കെ മാറ്റിയും മറിച്ചും ഒക്കെ ആകെ കുളമാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് പ്രിഫർ ചെയ്യാറില്ല. മറ്റൊരു മെത്തേഡ് എന്തെന്നാൽ ഡ്യുവൽ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. കിട്ടിയിരിക്കുന്ന LPPയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും ഒക്കെ ചില റൂൾസ് ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കുന്നു. ചില സമയങ്ങളിൽ കുഴപ്പമുണ്ടാവില്ല, എന്നാൽ ചിലപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒറിജിനൽ പ്രോബ്ലത്തിൽ 2 കൺസ്ട്രെയിന്റ് ഒക്കെ കാണത്തുള്ളൂ. എന്നാൽ ഡ്യുവൽ ആക്കി കഴിയുമ്പോൾ 3 കൺസ്ട്രെയിൻസ് ഒക്കെ ആയി മാറും. മാത്രമല്ല ഇതിൽ കൺസ്ട്രെയിൻസും അതുപോലെ അതിലുള്ള ഇനീക്വാളിറ്റീസും ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് ഈ മെത്തേഡിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തെടുക്കൽ എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. ഡ്യുവാലിറ്റി പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അതിനെപ്പറ്റി വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി ഈസി മെത്തേഡ് പറയാം. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് തന്നെയാണിത്. പക്ഷേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക വഴി ഫസ്റ്റ് മെത്തേഡിൽ മിനിമൈസേഷനിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യങ്ങളും ഓർത്തിരിക്കാതെ തന്നെ ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അതായത് നമുക്കൊരു 10 രൂപ നഷ്ടമുണ്ടായി എന്ന് കരുതുക. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ്, എന്തിനാ വിഷമിക്കുന്നത്? 10 രൂപ നഷ്ടമല്ലല്ലോ, -10 രൂപ ലാഭമല്ലേ നിനക്കുണ്ടായത്. അപ്പൊ നമ്മൾ ഹാപ്പിയായി. നഷ്ടമല്ലല്ലോ, ലാഭമല്ലേ. എന്നാലും അങ്ങനെയല്ലല്ലോ, എന്തോ ഒരു കുഴപ്പം പോലെ. 10 രൂപ നഷ്ടം -10 രൂപ ലാഭം. 10 രൂപ നഷ്ടം എന്ന് പറഞ്ഞാലും -10 രൂപ ലാഭം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ? 10 രൂപ ലാഭമല്ലല്ലോ ഉണ്ടായത്, -10 രൂപയാണ് ലാഭം ഉണ്ടായത്. അതായത് 10 രൂപ പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z മിനിമം ആണ് ആക്കേണ്ടത്. നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് മാക്സിമം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിനിമൈസേഷൻ എന്ന് പറയുന്നതിനെ മാക്സിമൈസേഷൻ ആക്കിയാൽ കാര്യങ്ങൾ എളുപ്പമായില്ലേ? അതെങ്ങനെയാണെന്ന് നോക്കൂ. z മിനിമം ആകണമെങ്കിൽ -z മാക്സിമം ആക്കിയാൽ മതി. അതായത് z മിനിമം ആകുന്നതും -z മാക്സിമം ആകുന്നതും സെയിം ഇഫക്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ 10 രൂപ നഷ്ടം വരുന്നതും -10 രൂപ ലാഭം വരുന്നതും ഈക്വൽ ആണെന്ന് പറഞ്ഞതുപോലെ. അതെങ്ങനെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു 2x1 x2 മിനിമൈസേഷൻ ആണ്. അപ്പോൾ അതിനെ മാക്സിമൈസേഷൻ ആക്കണം. അതായത് z-നെ -z ആക്കണം. എങ്ങനെ? ഒരു നെഗറ്റീവ് കൊണ്ട് z-നെ ഫുൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ z എന്താവും? നെഗറ്റീവ് z ആയിട്ട് മാറും. 2x1-നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2x1 ആവും. -x2-നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +x2 ആയിട്ട് മാറും. ഇപ്പോൾ നമുക്ക് മിനിമൈസേഷൻ മാറ്റി മാക്സിമൈസേഷൻ എന്ന് എഴുതാം. ഇതുപോലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. കൺസ്ട്രെയിൻസിലൊന്നും ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, എത്ര സിമ്പിൾ ആണ്. ഇനി -z ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിനെ നമുക്ക് z' എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഈ z' സ്ലാക്ക് വേരിയബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് ഫോം ഒന്ന് എഴുതി നോക്കാം. അതിനായി ആദ്യം കൺസ്ട്രെയിൻസിൽ സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് z' സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെ കിട്ടുന്നു. ഇനി സിംപ്ലക്സ് ടേബിൾ ഫില്ല് ചെയ്യാനായി ഈ പുതിയ z' കോഎഫിഷ്യൻസ് ആണ് എടുക്കേണ്ടത്. ഇനി ബാക്കിയെല്ലാം നമ്മൾ മാക്സിമൈസേഷൻ പ്രോബ്ലം ചെയ്യുന്നത് പോലെ തന്നെയാണ്.
ലാസ്റ്റ് ആൻസർ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് മാത്രം. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കാം. ടേബിൾ ഫില്ല് ചെയ്യുന്നതൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് കരുതുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ സിംപ്ലക്സ് ടേബിളിന്റെ 1-2 വീഡിയോസിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിവിടെ ഞാൻ ഐ ബട്ടണിലും കൊടുത്തേക്കാം. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാവുക. CJ വാല്യൂസ് ആയിട്ട് Z' കോഎഫിഷ്യൻസ് വേണം എടുക്കാൻ. ഇനി ഡെൽറ്റ ജെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ZJ വാല്യൂസിൽ നിന്നും CJ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 0 - -2 ചെയ്യുമ്പോൾ 0 + 2 എന്നാവും, അതായത് +2. 0 - 1 ചെയ്യുമ്പോൾ -1 ആവുന്നു. അപ്പോൾ ഇതില് -1 മാത്രമാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്, ഒപ്റ്റിമ ആയിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പൊ -1 വന്നിരിക്കുന്നത് x2 എന്ന് പറയുന്ന കോളം ആയതുകൊണ്ട് x2 ആണ് ഇൻകമിംഗ് വെക്ടർ. മിനിമം റേഷ്യോ തീറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ XB കോളത്തിനെ x2 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4/3 5 എന്നിങ്ങനെ കിട്ടുന്നു. 4/3 ഡെസിമൽ വാല്യൂയിലേക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, കാരണം 5നേക്കാൾ എന്തായാലും 4/3 തന്നെയാണ് ചെറിയ വാല്യൂ. അപ്പൊ മിനിമം റേഷ്യോ 4/3 ആണ്. S1 ആണ് ഔട്ട് ഗോയിങ്. കീ എലമെന്റ് 3 ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ കീ എലമെന്റ് ഉള്ള റോയിനെ ത്രൂ ഔട്ട് XB തുടങ്ങി 3 വെച്ച് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിന്റെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതാം. B കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസും വരുത്തുക. ഇനി കീ എലമെന്റിന്റെ താഴെയുള്ള 1നെ 0 ആക്കാൻ സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിന്റെ സെക്കൻഡ് റോയിൽ നിന്നും സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിന്റെ ഫസ്റ്റ് റോ സബ്ട്രാക്ട് ചെയ്യാം. ആദ്യം 5 - 4/3 ആണ് ചെയ്യേണ്ടത്. 5നെ 5/1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 5/1 - 4/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 11/3 എന്നാണ് കിട്ടുന്നത്. 2 - 1/3 ചെയ്യുമ്പോൾ 2/1 - 1/3 എന്നാക്കി ചെയ്യുക. അപ്പോൾ 5/3 എന്ന് ആൻസർ കിട്ടുന്നു. പിന്നെ 1 - 1 0, 0 - 1/3 -1/3 ആവുന്നു. 1 - 0 1. അങ്ങനെ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളും കിട്ടിക്കഴിഞ്ഞു. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡെൽറ്റ ജെ വാല്യൂസും പോസിറ്റീവ് കിട്ടി. ഡെൽറ്റ ജെയിലെ ഫസ്റ്റ് 7/3 കിട്ടുന്ന കാൽക്കുലേഷൻ ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ ഡെൽറ്റ ജെ വാല്യൂസും പോസിറ്റീവ് ആയതുകൊണ്ട് ഒപ്റ്റിമം അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി B കോളവും XB കോളവും കൂടെ ചേർത്ത് സൊല്യൂഷൻ എഴുതുക. സൊല്യൂഷൻ ഇങ്ങനെ കിട്ടുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഏത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആൻസർ എഴുതുമ്പോൾ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ടെന്ന്. അതായത് നമ്മൾ Z' സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ അതോ Zലേക്കാണോ നമ്മൾ ഈ സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? ഡെഫിനറ്റ്ലി Zലേക്കാണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ മിനിമൈസേഷൻ ആണ് വേണ്ടത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. Z'-ലാണെങ്കിലോ മാക്സിമൈസേഷൻ ആണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ Z' സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. വേണ്ടത് എന്താണ്? മിനിമം വാല്യൂ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ x1ന്റെയും x2ന്റെയും അതായത് ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്കായിരിക്കണം. അതായത് മിനിമം എന്ന് പറഞ്ഞിട്ട് Z എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Zന്റെ വാല്യൂ -4/3 എന്ന് കിട്ടുന്നു. മിനിമൈസേഷൻ മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. നമുക്കിനി വരും വീഡിയോകളിൽ കൂടുതൽ മിനിമൈസേഷന്റെയും മാക്സിമൈസേഷന്റെയും പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം.